ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ മാവോയിസ്റ്റ് നേതാവ്. മാവോയിസ്റ്റുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട് എന്ന് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ ജനം ടിവിയോട് പറഞ്ഞു. റായ്പൂർ, ജഗൽപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിലുള്ളവരുമായിട്ടാണ് ബന്ധം. ഇവരിൽ നിന്നും മാവോയിസ്റ്റുകൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള മുൻ ഡിവിഷണൽ കമാൻഡറുടേതാണ് വെളിപ്പെടുത്തൽ. 2015 കീഴടങ്ങിയ ഇദ്ദേഹം ദന്തേവാഡയിലെ സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. करते हैं, मतलब उनका संपर्क अलग से रहता है। मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे। पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है। पूरा लैपटॉप, कंप्यूटर सब कुछ मिलता है। बाहर का से जितना भी है शहर से जाता है, शहर का आदमी ज़रूर रहता है। मान के चलो दंतेवाड़ा, किरंदुल, बैलाडीला, इधर जगदलपुर, रायपुर से पूरा आदमी उनके हाथ में रहते हैं, पर पता नहीं चलता कि कौन संपर्क में कहाँ मिलते हैं, क्या है वो पता नहीं रहता। छोटे छोटे से जो डीसी को भी पता रहता है, डीसी रैंक के मतलब डिविजनल कमेटी सदस्य उनको रहता है, लेकिन सबसे काम उन्हीं को एजेंसी से सीसी जानते हैं। ശ്രീകാന്തിനോടാണ് മുൻ മാവോയിസ്റ്റ് നേതാവ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. മാവോയിസ്റ്റുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട് എന്നാണ് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ ശ്രീകാന്തിനോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീകാന്ത് ഉണ്ട് നമുക്കൊപ്പം. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം ശ്രീകാന്തിനോട് പറഞ്ഞത്? രാഗി, അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് നിലവിലിപ്പോൾ ദന്തേവാഡയിലെ മുൻ ഡിവിഷണൽ കമാൻഡർ കൂടിയായ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം വരുന്നത് ബീജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ ഉള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം സുരക്ഷാ കാരണങ്ങളാൽ പറയാൻ നമുക്ക് ഈ ഘട്ടത്തിൽ സാധിക്കില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരുന്ന, നമ്മുടെ കേരളത്തിലെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വലിയ ആകാംക്ഷയുള്ള ഒരു ചോദ്യമായിരുന്നു, ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ എത്തുന്നത് എന്നുള്ളത്. അതിന് പലരും പല ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നത് കണ്ടു. അതായത് ഇവർ സമാധാന സന്ദേശവുമായി പോകുന്നവരാണ്, സേവനത്തിന് പോകുന്നവരാണ്. ചില ആളുകൾ പറയുന്നത് ഇവർക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ തെളിവിൻ്റെ അഭാവത്താൽ തെളിവൊന്നും തന്നെ ഇല്ലാതെ ഇവരിങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ നമുക്കൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് വളരെ സത്യസന്ധമായി തന്നെ അന്വേഷിച്ച് അതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ തെളിവ് സഹിതം വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ചെയ്യുന്നത്. അതിനാലാണ് നമ്മൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ കണ്ടെത്തിയത്. നിലവിൽ ദന്തേവാഡയിലെത്തിയാൽ ദന്തേവാഡയിൽ ഈ സർക്കാരിൻ്റെ പുനരധിവാസ കേന്ദ്രമുണ്ട്. ആ പുനരധിവാസ കേന്ദ്രത്തിൽ അത് എല്ലാ ജില്ലയിലുമുണ്ട്, സുക്മയിലുണ്ട്, അതോടൊപ്പം ബസ്സറിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം, ഈ മിഷണറിമാരുമായി, ക്രിസ്ത്യൻ മിഷണറിമാരുമായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ക്രിസ്ത്യൻ മിഷണറിമാരുമായി മാവോയിസ്റ്റുകൾക്ക് ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റായ്പൂർ, ജഗദൽപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിൽ ഉള്ളവരുമായി ബന്ധം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ ആരൊക്കെയാണ് എന്ന് തനിക്കറിയില്ല. താൻ ഡിവിഷണൽ കമാൻഡർ മാത്രമായിരുന്നു. ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല. ഇവരിൽ നിന്നും മാവോയിസ്റ്റുകൾക്ക് സഹായം കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ച് നൽകിയിട്ടുണ്ട്, അത് തുടരുന്നുണ്ട് എന്നുള്ള കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇവരുടെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ എത്തിച്ചു കൊടുത്തിരുന്നത് ഈ ക്രൈസ്തവ മിഷണറിമാരാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്നത നേതൃത്വത്തിനാണ് ആരൊക്കെയാണ് ഇവർ എന്ന് അറിയുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ബീജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള ഇദ്ദേഹം നിലവിലിപ്പോൾ ദന്തേവാഡയിലെ പോലീസിൻ്റെ സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഛത്തീസ്ഗഡിലെ മതപരിവർത്തന ലോബി, മതപരിവർത്തന മിഷണറി സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതായത് ഏത് വിധേനയും മതം മാറ്റാൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലണം, അതിന് മാവോയിസ്റ്റുകളുമായി വരെ സന്ധി ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് ഈ കൂട്ടർ പോകുന്നത്.
ഇവരെയാണ് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം കുറച്ചധികം നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം മാവോയിസ്റ്റുകൾക്കെതിരെ, ഈ രാജ്യം അവിടുത്തെ വികസനം മുടക്കികളായ നക്സലുകൾക്കെതിരെ പോരാടുമ്പോൾ അവരുടെ സഹായം, ഈ മിഷണറിമാരുടെ സഹായം മാവോയിസ്റ്റുകൾക്കും കിട്ടി. അവർ തമ്മിൽ അന്തർധാരയുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പല ഗ്രാമങ്ങളിലും ഇന്നും സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏറ്റവും റിമോട്ട് ഏരിയകളുണ്ട്. ആ റിമോട്ട് ഏരിയകളിലേക്ക് ഇവർ ഇന്നും കടന്നു ചെല്ലുന്നുണ്ട് ഈ മിഷണറിമാർ. അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, മാവോയിസ്റ്റുകളുമായി പല സ്ഥലത്തും ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ശ്രീകാന്ത് തന്നെ വളരെ ദുർഘടമായ വഴികളിലൂടെ പോയിട്ടാണ് ഇത്തരം വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. ശ്രീകാന്ത് നേരിട്ട് ഛത്തീസ്ഗഡിലെത്തി അവിടെ പലയിടങ്ങളിലേക്കും സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത രീതിയിലുള്ള പല ഓപ്പറേഷൻസും നടത്തിയാണ് നമ്മൾ ഈ ഇദ്ദേഹത്തിലേക്ക് അടക്കം എത്തിയത് എന്നുള്ളതാണ്. ഈ മിഷണറിമാർ ബന്ധം പുലർത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ മാവോയിസ്റ്റുകൾക്ക് സഹായമടക്കം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ശ്രീകാന്ത്? കാരണം ഇത്തരത്തിൽ അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത പലതരത്തിലുള്ള ഗാഡ്ജറ്റുകളടക്കം എത്തിച്ചു കൊടുത്ത് പല രീതിയിലുള്ള നീക്കങ്ങൾ മിഷണറിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രീകാന്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. രവി, ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ മിഷണറി സംഘമൊക്കെ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം വർഷങ്ങളായി. അത് പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നതായിരിക്കും ശരി, 10-30 വർഷം എന്തായാലും അതിൽ കൂടുതലാവുന്നെങ്കിലേ ഉള്ളൂ ഇവരുടെ പ്രവർത്തനം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനം ഇവിടേക്ക് വന്നിട്ട് അതൊരു 30-40 വർഷം എന്തായാലും ആകും ഈ ഇവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. നമ്മൾ അന്വേഷിച്ച കാര്യം ഇപ്പോൾ കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുമ്പോൾ പറയുന്നത് മാവോയിസ്റ്റുകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ചില ആളുകൾ നമ്മളുടെ ചാനലിൽ തന്നെ, ജനം TV-യിൽ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ അതിൻ്റെ ഭാഗത്തേക്കേ പോയിരുന്നില്ല, നമ്മളത് ഏറ്റുപിടിക്കാനും നിന്നിരുന്നില്ല. കാരണം നമുക്കത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നമുക്ക് അറിയുമായിരുന്നില്ല. അതൊരു ആരോപണം ഉന്നയിക്കാൻ എന്തായാലും മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് കഴിയുകയുമില്ല. അതിനാൽ തന്നെയാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഈ ദന്തേവാഡ എന്താണെന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. റെഡ് കോറിഡോറിൻ്റെ ഭാഗം, ഈ നക്സൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഈറ്റില്ലം എന്ന് പറയാവുന്ന സ്ഥലം. നമ്മൾ കാണുന്ന 10 പേരിൽ ഒരാൾ ഈ മാവോയിസ്റ്റുകളോ അല്ലെങ്കിൽ അവർക്ക് വിവരം നൽകുന്നവരോ അവരുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ തന്നെയായിട്ടുള്ള ഒരു പ്രദേശം. ആ ദന്തേവാഡയിലേക്ക് നമ്മൾ പോകാൻ തീരുമാനിച്ചത് ഇതിൻ്റെ വസ്തുത തേടിയാണ്, വാസ്തവം തേടിയാണ്. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ വിവരം ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പുറത്തുവിടാത്തത്, ഇവരൊക്കെ തന്നെ പുനരധിവാസ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. അവിടെ ഇവരുടെ ജീവൻ ഇപ്പോഴും സുരക്ഷാ ഭീഷണിയുണ്ട്. സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ഇവർ അവരുടെ ഗ്രാമത്തിൽ നിന്നും മാറി ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അദ്ദേഹം പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനോ പഴയ കാര്യങ്ങളിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നയാളല്ല. അദ്ദേഹം കീഴടങ്ങിയ വ്യക്തി കൂടിയാണ്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, മാവോയിസ്റ്റുകളും മിഷണറി സംഘവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മരുന്നിനും, നമ്മൾ കേട്ട കഥ, മരുന്ന് നൽകാറുണ്ട് മിഷണറി സംഘം ഇവർക്ക്. കാരണം പല അസുഖങ്ങൾ പിടിക്കും, വനത്തിനകത്താണ് ഈ മാവോയിസ്റ്റുകൾ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് മരുന്നെത്തിക്കുന്നതും ഈ മിഷണറി സംഘമാണ്. അവരുടെ ഡിസ്പെൻസറികളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ നൽകാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം പറയുന്നത് ഗാഡ്ജറ്റ്സുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ, അത് ലാപ്ടോപ്പ് അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളുമായാണ് ഇവർ സമ്പർക്കം പുലർത്തുന്നത്. ഡിവിഷണൽ കമാൻഡർ മാത്രമായ അദ്ദേഹത്തിന് ഇതുമായി വലിയ ബന്ധമില്ല. ഇവരാരൊക്കെയെന്നറിയില്ല. പക്ഷേ ജഗ്ദൽപൂരിലെയും റായ്പൂരിലെയും ദന്തേവാഡയിലെയും ഒക്കെ ചില ആളുകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് അറിയാം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഈ മതപരിവർത്തന ലോബി, മിഷണറി സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കം വന്നിട്ടുള്ള ആളുകൾ ചില്ലറക്കാരല്ല എന്നുള്ളതാണ്. ഇവർ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നറേറ്റീവുകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ്, എന്തായാലും ഇവരെയും കൊണ്ടേ നമ്മൾ പോകൂ എന്നുള്ളത്. ഇവരുടെ യാഥാർത്ഥ്യം, വസ്തുത നമ്മൾ പുറത്തു കൊണ്ടുവരും എന്നുള്ളത്. ഇവർ നിസ്സാരക്കാരല്ല, ഇവർക്ക് വലിയ അധോലോക ബന്ധങ്ങളാണുള്ളത്, ഇവിടുത്തെ മാവോയിസ്റ്റുകളുമായടക്കം ബന്ധങ്ങളാണുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി ശ്രീകാന്ത്, എന്തായാലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായപ്പോൾ വായുവിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിച്ച പല മാധ്യമങ്ങളും വാർത്തകൾ നൽകി. ഇടത് വലത് മുന്നണികൾ, രാഷ്ട്രീയ
മുതലെടുപ്പിന് ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെയാണ് ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ജനം ടി വിയിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് നേരിട്ട് പോകുന്നതും അവിടെ അന്വേഷണങ്ങൾ നടത്തുന്നതും ഈ സംഭവങ്ങളുടെയൊക്കെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ ജനം ടി വിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ജനം ടി